നമ്മുടെ KS-ന്റെ സിലബസിൽ കാര്യമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് സംഘകാല കൃതികളും തമിഴകവും. തമിഴകം എന്ന് പറയുന്നത് ഇന്നത്തെ കേരളവും തമിഴ്നാടും അടങ്ങുന്ന ഒരു പ്രദേശമാണ്. ഈ ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള പ്രാചീന ചരിത്രം നമുക്ക് ലഭിക്കുന്നത് സംഘകാല കൃതികളിൽ നിന്നാണ്. സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവികളുടെ സമ്മേളനം എന്നാണ് അർത്ഥം. പ്രാചീന കാലത്ത് തമിഴകം ഭരിച്ചിരുന്ന ചേര ചോള പാണ്ഡ്യന്മാരിൽ പാണ്ഡ്യ രാജാക്കന്മാരുടെ തലസ്ഥാനമായ മധുരൈ കേന്ദ്രീകരിച്ച് കവികളുടെ 3 സമ്മേളനങ്ങൾ നടന്നു. ഇതിനെയാണ് മുച്ചങ്കം എന്ന് വിളിക്കുന്നത്. ഈ മുച്ചങ്കത്തില് ആദ്യത്തെ സമ്മേളനം അല്ലെങ്കിൽ സംഘത്തിലുള്ള കൃതികളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. രണ്ടാം സംഘത്തിലെ തോൽക്കാപ്യം എന്ന് പറയുന്ന ഒരു കൃതി മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ മൂന്നാം സംഘത്തിലാണ് നമുക്ക് കാര്യമായി കൃതികളുള്ളത്. 17 മേൽക്കണക്ക് 17 കീഴ്ക്കണക്ക് എന്ന് പറയുന്ന രീതിയിൽ 2 സമുച്ചയങ്ങളായി ഒരുപാട് കൃതികൾ അതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ സംഘത്തിലെ കൃതികളെയാണ് നമ്മുടെ സംഘകാല കൃതികൾ എന്ന് പറയുക. സംഘകാല കൃതികൾ അനുസരിച്ച് പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന 3 പ്രധാനപ്പെട്ട രാജാക്കന്മാരാണ് ഇവരെ മൂവണ്ടർമാര് എന്ന് വിളിച്ചിരുന്നു. ചേര, ചോള, പാണ്ഡ്യ എന്നിവരാണ് ഈ മൂവണ്ടർമാര്. ഇതിൽ ചേര രാജാക്കന്മാരായിരുന്നു കേരളത്തിന്റെ ഭൂരിഭാഗം പ്രദേശവും ഭരിച്ചിരുന്നത്. ഇതേ പ്രാചീന കാലഘട്ടത്തിൽ തന്നെ ഉത്തര കേരളം ഭരിച്ചിരുന്ന ഏഴിമല രാജാക്കന്മാരെ കുറിച്ചോ ദക്ഷിണ കേരളം ഭരിച്ചിരുന്ന ആയി രാജാക്കന്മാരെ കുറിച്ചോ നമുക്ക് സംഘകാലത്തിൽ കാണാൻ വേണ്ടി സാധിക്കത്തില്ല. ഈ മൂവണ്ടർമാരായ ചേര ചോള പാണ്ഡ്യന്മാരുടെ കീഴില് കീഴർ, വേളിർ എന്ന് പറയുന്ന 2 തരം ഗോത്രവർഗ നേതാക്കന്മാർ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ഗ്രാമങ്ങളായിട്ട് ഓരോ ഗോത്രത്തലവന്മാരും തങ്ങളുടെ സമൂഹങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്നു. ഇനി തമിഴകത്തെക്കുറിച്ച് കാര്യമായ വിശദാംശങ്ങൾ നൽകുന്ന സംഘകാലത്തിന് വെളിയിലുള്ള എന്നാൽ പ്രാചീനമായ തമിഴ് സാഹിത്യങ്ങളാണ് ഐമ്പെരുങ്കാവ്യങ്ങൾ എന്നറിയപ്പെടുന്ന തമിഴ് കാവ്യങ്ങൾ. ഇതിൽ നിന്നും നമുക്ക് പ്രാചീന തമിഴകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധം സിലപ്പതികാരമാണ്. ഇളങ്കോ അടികൾ എന്ന് പറയുന്ന ചേര രാജകുമാരനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ സിലപ്പതികാരത്തിൽ പരാമർശിച്ചിരിക്കുന്ന ചേരൻ ചെങ്കുട്ടവൻ എന്ന് പറയുന്ന രാജാവ് കൊടുങ്ങല്ലൂർ കേന്ദ്രമായി ഭരിച്ചിരുന്ന ചേര ചക്രവർത്തിയായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഗജബാഹു എന്ന് പറയുന്ന ശ്രീലങ്കൻ രാജാവിനെ കുറിച്ചും സിലപ്പതികാരത്തിൽ പരാമർശമുണ്ട്. ഐമ്പെരുങ്കാവ്യത്തിലെ മറ്റ് 4 കവിതകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്യുക.